ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 26ന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ ലൈവിന്റെ ചില ഭാഗങ്ങൾ എപ്പിസോഡ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ കൂടുതലായിട്ട് ജാസ്മിനെ നോക്കി പറഞ്ഞ ഡയലോഗ് ഏതാണെന്നറിയോ? അതാണ് തമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. നീയാണല്ലോ കോടതി. അമ്മാതിരി പെർഫോമൻസ് ആണ്. എന്തൊരു ഓവർ കോൺഫിഡൻസ് ആണ്. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയുന്ന പോലെയാണ് ഈ ആഴ്ചത്തെ ജാസ്മിന്റെ ഗെയിം. ജാസ്മിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഗബ്രി ജാസ്മിൻ ഭയങ്കര കംഫർട്ടബിൾ സ്പേസിലിരുന്ന് ഗെയിം കളിക്കുന്നു. ആരും അവർക്കെതിരെ കളിക്കാനില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ കൺമുൻപിൽ വീക്ക് ആവുന്നുണ്ട്. അത് ന്യായമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈൽഡ് കാർഡിനെ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നത്, വൈൽഡ് കാർഡ്സിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആർക്കാണെങ്കിലും അറിയാം ബാക്കി കണ്ടസ്റ്റൻസ് ഡൗൺ ആവുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് കളിക്കുന്ന സമയത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ ഉറപ്പായി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സെറ്റപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ മറ്റേ ചാർജിങ് ഗെയിം കളിച്ചു, പവറിലേക്ക് തിരിച്ചു വരികയാണ്. നല്ല പോയിന്റ് ഡിഫറൻസിലാണ് ഇവർ അധികാരം പിടിച്ചു വാങ്ങിയത്. അത് അവരുടെ ആ ഒരു ഗെയിമിന്റെ ഒരു സംഭവമാണ്. പക്ഷെ ഇത് അധികം കാലം പോവില്ല. അവരുടെ ഗെയിമും ഓഡിയൻസിന് ഇൻട്രസ്റ്റിംഗ് മാച്ച് ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് ആ ഒരു വിജയം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ആദ്യ ഘട്ടങ്ങളിൽ ഇവരുടെ ഗെയിം ഭയങ്കര നൈസായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇവരുടെ കോംബോ ആണെങ്കിലും അക്സെപ്റ്റബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ഓവർ കോൺഫിഡൻസ് ആണ്, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. അതും ക്രിഞ്ചിന്റെ അങ്ങേറ്റം. ഇന്നലെ രാത്രിയിലത്തെ ലൈവ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? ലൈവിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു, അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി മറ്റേ രാത്രി സല്ലാപത്തിലാണ്. ഇപ്പൊ രാത്രിയിലാകുമ്പോഴത്തേന് മറ്റേ ഇവരുടെ ടോണൊക്കെ അങ്ങോട്ട് മാറുമല്ലോ. ടോണങ്ങ് മാറി കഴിയുമ്പോഴത്തേന് പകലത്തെ പുലി ജാസ്മിൻ ഒന്നും അല്ലല്ലോ രാത്രിയിലത്തെ ജാസ്മിൻ. അപ്പം ഈ ജാസ്മിൻ ഗബ്രിയും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും മഞ്ഞ കണ്ണുകളാണല്ലോ. നമ്മളെല്ലാം മറ്റേ നോട്ടി ബോയ്സ് ആൻഡ് ഗേൾസ് ആയതുകൊണ്ട് നമ്മളിൽപ്പെട്ട യമുന ചേച്ചി രാത്രി എഴുന്നേൽക്കുന്ന സമയത്ത് ഇവരെ അവിടെ കാണുന്നു. ആൾക്ക് എന്തോ പേടിച്ചിട്ട് ഓടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഋഷിയുടെ റൂമിൽ ചെന്നിട്ട് പുള്ളിക്കാരി ഇത് പറയുന്നുണ്ട്. പിന്നെ ഋഷിയോടൊക്കെ പറഞ്ഞാൽ ഋഷി അറിയാമല്ലോ ഇതൊക്കെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ്. ഇതൊരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്തുണ്ടാകുന്ന ഒരു ഗെയിമാണ്. കാരണം വീക്കെൻഡുകൾ വളരെ നൈസായിട്ട് പോയി. ആദ്യത്തെ വീക്കെൻഡ് പോലെയൊന്നും അല്ല, കഴിഞ്ഞ വീക്കെൻഡൊക്കെ വളരെ നൈസായിട്ട് പോയി. അപ്പോൾ അവരുടെ കോംബോ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട്. അതേപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ വീക്കാവുന്നു, കരയുന്നു. തനിക്ക് ഗബ്രി ഉള്ളതുകൊണ്ട് മികച്ച ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ട്. ഗബ്രി മികച്ച ഒരു രക്ഷകനായിട്ട് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ട്. ഗബ്രിക്ക് വലിയ സുരക്ഷ ഒരുക്കാനായിട്ട് ജാസ്മിനെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന തോന്നലുണ്ട്. പിന്നെ ജിൻഡോയ്ക്കെതിരെ ഗബ്രി ചേട്ടായി കളിക്കുന്നു. അപ്പം ഗബ്രി ചേട്ടായി മാത്രമല്ല ജിൻഡോയ്ക്കെതിരെ ഒച്ചത്തിൽ വർത്താനൊക്കെ പറയുന്നുള്ളൂ. അപ്പം ഈ ഒരു ഓവർ കോൺഫിഡൻസിലാണ് അവർ ഗെയിം കളിക്കുന്നത്. നല്ല രസം ഉണ്ടാവും. വൈൽഡ് കാർഡൊക്കെ അങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് അവരിൽ ആരെങ്കിലുമൊക്കെ ഇവരുടെ കോമ്പോനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, ജാസ്മിൻ അന്ന് വീട്ടിൽ നിന്ന് അത്ത വിളിച്ചപ്പോൾ ഉള്ള ഒരവസ്ഥയിലേക്ക് പോകാനായിട്ട് അത്ര മാത്രം മതി. അപ്പോൾ അതാണ് എനിക്ക് ടോട്ടൽ ഇന്നത്തെ ലൈവും ബാക്കി എപ്പിസോഡും ഒക്കെ കണ്ട സമയത്ത് തോന്നിയത്. ഇനി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാവിലെ 7:30 ചായ ഇടാനായി പാത്രത്തിൽ വെള്ളവുമായി ചെന്ന ശ്രീരേഖ കാണുന്നത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവൻ ഗ്യാസ് പോയിട്ടുണ്ടോ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം പെട്ടെന്ന് പേടിച്ചുപോയി. യമുന അത് കാണുന്നു, യമുനെ വിളിച്ച് കാണിക്കുന്നു. പിന്നെ അറിയാലോ അവിടെ ഒരു സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് അവർ രാത്രി വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഗ്യാസ് ഒന്നും ലീക്ക് ചെയ്ത മണമൊന്നുമില്ല. അപ്പോൾ അത് രാവിലെ ഒരു സീനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നത്തെ ദിവസം വലിയൊരു ചർച്ചയായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീരേഖ യമുന തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റിലാണല്ലോ. ഇവർ രണ്ടുപേരും അവിടുത്തെ ഒരു മറ്റേ പക്വതയുള്ള പ്രായമുള്ള പശ്ചിമന്മാരാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ശ്രീരേഖയ്ക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വയ്യ, മൊത്തത്തിൽ വയ്യ. അത് വേറെന്തോ സൈക്കോളജിക്കലാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് വയ്യ. എന്തുവാണിത്? ഇപ്പം മെഡിക്കൽ റൂമിലേക്കൊന്നും പോകുന്നത് കാണുന്നുമില്ല. പുള്ളിക്ക് എന്തോ മാനസികമായിട്ടുള്ള ഒരു ചലഞ്ചസ് ആണെന്ന് തോന്നുന്നു ഈ ഗെയിമിലേക്ക് വരുന്ന സമയത്ത്. യമുനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യമുന ഒറ്റയ്ക്കാണ് കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യുന്നത്, ആരും കൂടെ കൂടുന്നില്ല. അപ്പം അത് പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമുണ്ട്. ശ്രീരേഖ ഇങ്ങനെ മാറി നിൽക്കുന്നത്, ആദ്യഘട്ടങ്ങളിൽ കൂടെ നിന്നിട്ട് മാറി നിൽക്കുന്നത് യമുനയ്ക്ക് ഇഷ്ടമില്ല. അതേപോലെ തന്നെ ശ്രീരേഖ യമുനേനെ ആദ്യം മുതൽ മോർണിംഗ് ആക്ടിവിറ്റികളിൽ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം യമുന തിരിച്ചും ടാർഗറ്റ് ചെയ്തു. യമുന ഇച്ചിരിയും കൂടെ നല്ല രീതിയിൽ സരസമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളായതുകൊണ്ട് ശ്രീരേഖയ്ക്ക് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഇഷ്യൂ ശ്രീരേഖ പറഞ്ഞതുകൊണ്ട് യമുന അത് വലിയ സംഭവമാക്കുന്നില്ല. എന്നാൽ ആൾ കൂടുന്നു, കാര്യങ്ങളൊക്കെ അവിടെ വലിയ ചർച്ചയാവുന്നു. ഈ ഒരു സമയത്താണ് മറ്റേ കോടതി കൊച്ചമ്മ ജാസ്മിൻ പറഞ്ഞത്, ഗ്യാസ് ഉണ്ടല്ലോ എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോവിൻ എന്നൊക്കെ. എന്ത് ടൈപ്പാണ്? ഇപ്പോൾ വേറെ എന്തെങ്കിലും കേസായിരുന്നുണ്ടെങ്കിൽ ഇവർ മറ്റേ ജാസ്മിൻ ഗബ്രി എല്ലാം കൂടെ വൻ വിഷയമാക്കിയേനെ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോവുകയാണ്. ഈ തുടക്കത്തിലെ വിഷ്വൽസ് ഇത്തിരി ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റൗവിൻ്റെ പൊസിഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലും കാര്യമായി ഇതൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. വിശ്വാസം എന്തിനാ? ഹൗസിലേക്ക് വരുന്ന സമയത്ത് പ്രഷർ കുക്കർ പോലുള്ള ഒരു ആംബിയൻസിൽ ഹൗസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ, എന്നാൽ പിന്നീട് വിശ്വാസം നശിച്ച ഒരാൾ,
ആളുടെ പേര് പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേര് പറയുക എന്നുള്ളതാണ് മോർണിംഗ് ടാസ്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഈ യമുന ശ്രീരേഖയുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പം യമുന ശ്രീരേഖ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഈ ഗ്യാസ് തുറന്ന കേസ് പോലും ശ്രീരേഖ എന്തോ ക്രിയേറ്റ് ചെയ്തതുപോലുള്ള ഒരു ടോണിലാണ് യമുന സംസാരിച്ചത്. അത് ശ്രീരേഖ ഇമിറ്റേറ്റ് ചെയ്ത് ശ്രീരേഖയുടെ ആ ഒരു വിഷമങ്ങളെ ആ ഒരു ഡ്രാമയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് യമുന സംസാരിച്ചത്. ഇതാണ് ഈ ഗ്യാസിന്റെ പ്രശ്നം. ഈ ഗ്യാസ് ആരാണ് തുറന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വേറെ വലിയ കണ്ടുപിടുത്തമൊന്നും നടന്നില്ല. ലൈവിൽ അങ്ങനെ വല്ലതും കണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനുള്ള പണിയായിരിക്കും ഈ ഗ്യാസ് തുറന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആയിക്കോട്ടെ. ബാക്കി വിശ്വാസവഞ്ചന ടീമുകളുടെ കാര്യം എടുത്ത് പറയുന്നില്ല. പ്രെഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്കറിയാലോ ആർക്കൊക്കെ ആരാണ് വിശ്വാസം ഉള്ളതും ഇല്ലാത്തതും. അത് അതേപടി തന്നെ പറയുന്നുണ്ട്. റിപ്പീറ്റേഷൻ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ഫുഡ് അടിക്കുന്ന ആ ഒരു ഗെയിം കാണുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അത് ഒരു ഹെവി ടാസ്ക് ആണ്. അത്രയധികം ഫുഡുണ്ട്. നമ്മൾ ടീമായിട്ട് നിന്നിട്ട് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക. ആരുടേതാണോ ആ ഒരു ടീമിൽ ആദ്യം ഫ്ലിപ്പ് ആവുന്നത് അയാൾ പോയി ഫുഡ് കഴിക്കുക. പിന്നെ ബാക്കിൽ ആളുകൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് ഫുഡ് കഴിച്ച് പോവുക. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ടീമിന് പോയിന്റുകൾ കിട്ടും. ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മുടെ അർജുൻ, ജിൻഡോ, ഋഷിയൊക്കെയാണ്. ഋഷി അവസാനം ഒരു ചെറിയ ഉടായ്പ കാണിച്ചു, അത് പിടിക്കപ്പെട്ടു. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരും. ഗബ്രിക്കൊന്നും വലിയ കാര്യമായിട്ട് പറ്റുന്നില്ല. അപ്സര നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. അപ്സര പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഗെയിം വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടിയതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് കണ്ടില്ല. ആരാണ് ജയിച്ചത് എന്ന് മാത്രമേ നോക്കിയുള്ളൂ. കാരണം ഇവർ കഴിച്ചിട്ട് വാളവെക്കുന്നൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ. പക്ഷെ ആ ഒരു ഗുലാബ് ജാമുവിന്റെ പാനിയൊക്കെ കുടിക്കുന്നത് ഇത്തിരി കഠിനം തന്നെ. തട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. പവർ കൈക്കലാക്കാനുള്ള 3 ടാസ്കുകളും അവസാനിച്ചപ്പോൾ 7 പോയിന്റുകളോടെ ടണൽ ടീം അധികാരം പിടിച്ചെടുത്തു. നല്ല പോയിന്റുകൾ ഉണ്ടായിരുന്നു അവർക്ക്. ടണൽ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ, ഗബ്രി, ശ്രീരേഖ അവരടങ്ങുന്ന ഒരു ടീം. 4 പോയിന്റുകളാണ് നിലവിലുള്ള പവർ ടീമിനും ഡെന്നിനും ഉള്ളത്. നെസ്റ്റിന് 5 പോയിന്റുകൾ. അപ്പോൾ ഈ ഒരു തീറ്റ മത്സരത്തിനൊക്കെ ശേഷം നമ്മുടെ ഗബ്രി ഒന്ന് മയങ്ങുന്നുണ്ട്. ഗബ്രി മയങ്ങിയതുകൊണ്ട് ശിക്ഷകളിലൊക്കെ ഭയങ്കര ഇളവാണ്. ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗബ്രി ആയതുകൊണ്ട് റസ്മിന് വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചുരിദാർ ഇട്ടിട്ട് നടക്കുന്ന ഒരു ചെറിയ പണിഷ്മെന്റ് ആണ് ഗബ്രിക്ക് കൊടുത്തത്. ഇപ്പം ജിൻഡോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് എന്തോ ഒരു ഷോ ഇറക്കിയേനെ. അതാണ് നമ്മൾ ഒരാൾക്കെതിരെ ഗെയിം കളിക്കും. ഇപ്പം ജിൻഡോയുടെ ഗെയിം ഭയങ്കര ബോറ് ഗെയിമാണ്. ഇപ്പം അർജുൻ പറഞ്ഞതുപോലെ ഇയാൾ പുറത്ത് നിന്ന് ഇന്നയാൾ പഠിപ്പിച്ച ഒരു ഗെയിമാണ് ഇവിടെ വന്ന് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാളെ നോക്കി പഠിച്ച ഒരു ഗെയിമാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. വ്യക്തമായിട്ട് മറ്റേ രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞായിരിക്കും. ശരിയാണ്, ജിൻഡോ അങ്ങനത്തെ ഗെയിം തന്നെയാണ് കളിക്കുന്നത്. ഇപ്പം മറ്റേ തറയിൽ തൊട്ട് തലയിൽ വെക്കുന്ന പരിപാടിയൊക്കെ രജിത്തിൻ്റെ ഐറ്റം അല്ലേ. അപ്പം അങ്ങനത്തെ ഷോയൊക്കെ ജിൻഡോ ഇവിടെ ഇറക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഗെയിം ശരിക്കും ജിൻഡോയുടെ എത്ര മോശമാണെന്നുണ്ടെങ്കിലും അത് കളിക്കുന്നതിനൊരു മര്യാദയുണ്ട്. എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ഈ ഗബ്രി എന്നൊക്കെ പറയുന്നത് ഈ ഇത്തിരിയും കൂടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു ടീമല്ലേ. കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള കളി കളിക്കടേ. ഇതിനുശേഷം മറ്റേ കാഷ്വൽ ആയിട്ടുള്ള ഒരു ചെറിയ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. സംഗീത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേ. ഈ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇപ്പം എപ്പിസോഡിനുണ്ടായിരുന്നില്ല. പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഭയങ്കര ഡിസ്കഷനാണ്. ഗബ്രി ജാസ്മിനും കൂടെ പവർ ടീമിൽ നമ്മൾ എങ്ങനെ പവർ കൈകാര്യം ചെയ്യും, ടീം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പം ഗബ്രിക്ക് അപ്സരയൊക്കെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമായിട്ട് കേട്ടില്ല, ലൈവ് ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് പോയി. പക്ഷേ ജാസ്മിന് തീരെ താല്പര്യമില്ല. ഋഷി, അൻസിബ ടീമിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ കൂടുതൽ കേൾക്കാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വലിയ പ്ലാനിങ് ആയിരുന്നു. ബാക്കിയുള്ള ഒരു പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മൂലയ്ക്ക് ഇരുന്നിട്ടുള്ള ഈ ഹെവി പ്ലാനിങ് അത് രസമാണ്. പക്ഷേ അത് കഴിയേണ്ട സമയമായി. പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഗെയിമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം റിലേഷൻഷിപ്പ് വേറെ, ഗെയിം വേറെ. അപ്പോൾ അതിനകത്തേക്ക് ഗെയിം മിക്സ് ചെയ്തിട്ട് ശരിക്കും ഓടായിട്ട് മാറി നിന്നിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര സേഫാണ്. അത് ഭയങ്കര സേഫാണ്. അവർ ബാക്കിയുള്ള ആൾക്കാരുടെ ന്യൂനതകളിലാണ് കളിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരില്ല. ഇതിനുശേഷം മറ്റേ ടാർഗറ്റ്, ഇഗ്നോർ, പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിൻ്റെ മുഴുവൻ എപ്പിസോഡിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളി നോട്ട് ചെയ്തിട്ടില്ല. എപ്പിസോഡിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ടാർഗറ്റ് ചെയ്യുന്നത് റസ്മിനെയും ആണ്, ഇഗ്നോർ ചെയ്യുന്നത് നോറയാണ്. ലൈവിൽ നിന്ന് കേട്ട ചില ആളുകളുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ജാസ്മിൻ പറയുന്നതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഒന്നും കണ്ടുപിടിക്കേണ്ട ഒന്നുമില്ലല്ലോ. ഇപ്പം നോറയെ ഇന്ന് ജാസ്മിൻ മൈൻഡ് ചെയ്യുന്നത് കുറേയധികം പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ നോറയുടെ അടുത്ത് ജാസ്മിൻ ഇറക്കിയ ഷോയൊക്കെ കണ്ടില്ലേ. നോറ വീക്കാണ്. അവിടെയുള്ള പ്രേക്ഷകർക്ക് അറിയാം, കണ്ടസ്റ്റൻസിനും അറിയാം. ഇനിയിപ്പോൾ നോറയ്ക്ക് അവിടെ ഒരു ഗെയിം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ജാസ്മിനെ കൊണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം അത് ഭയങ്കര ഓവറായിട്ട് വലിച്ചു നീട്ടി പോകുന്നുണ്ട്. പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തേക്ക് എടുത്തിടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം മറ്റേ ടാങ്കോ ആപ്പിൻ്റെ മെയിൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്.
അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും പുറത്ത് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ മെയിൻ കണ്ടന്റ് എന്താണ്? യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവപ്പും കരച്ചിലും പരിപാടിയും ഇവരുടെ ഏതെങ്കിലുമൊക്കെ ഇക്കാമാരുമായിട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഇവരുടെ മെയിൻ സംഭവം. അപ്പോൾ അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അത് പുറത്ത് വരുന്നത് രണ്ടാളുകളും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാര് എടുത്ത് പുറത്തേക്ക് ഇടുമെന്നുള്ളതാണ്. രണ്ടാളുകളും പ്രിപ്പയർഡ് ആണ് അത് എങ്ങനെ ഓഡിയൻസിന് മുൻപിലേക്ക് അല്ലെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസിന് മുമ്പിലേക്ക് ഇടണോ എന്നുള്ളതിൽ. അൻസിബ ഇഗ്നോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യമൊക്കെ ജാസ്മിനെ ആയിരുന്നു, ഇപ്പോൾ അപ്സരയാണ് എന്ന് പറയുന്നു. പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഋഷിയാണ്. ഇതിപ്പോൾ എപ്പിസോഡിലില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഋഷിയാണെന്നും ഋഷി അൻസിബയാണ് എന്നുള്ളതും ലൈവിൽ കേട്ടിരുന്നു. റസ്മിൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോറയാണ്, ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ്. അയ്യോ, റസ്മിൻ്റെ ജിൻഡോ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് വേറെ ഒരു ഗെയിം. ഇപ്പോൾ ജിൻഡോ റസ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റസ്മിൻ എന്ത് ചെയ്തേനും ബാക്കിയുള്ള ആളുകൾക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ലൊരു ക്യാപ്റ്റനായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കെയർ ടേക്കറായിട്ടോ മുന്നോട്ടേക്ക് പോകാനും. അപ്പം ടാർഗറ്റ് ചെയ്തോട്ടെ. ഗബ്രി ഇഗ്നോർ ചെയ്യുന്നത് ജിൻഡോയാണ് എന്ന് ഒരു അരമണിക്കൂർ എന്നങ്ങ് പറഞ്ഞു. അപ്പം തന്നെ അറിയാലോ ഇഗ്നോർ ചെയ്യുന്നത് ആരെയാണെന്ന്. ഗബ്രി ജിൻഡോയ്ക്കെതിരെ മാത്രമാണ് ഗെയിം കളിക്കുന്നത്. അതും പറയുന്ന വർത്തമാനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഗബ്രിയൊക്കെ എന്ത് നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷെ ഗബ്രിക്ക് ചില ന്യൂനതകളുണ്ട്, ബലഹീനതകളുണ്ട്. അയാൾക്ക് എപ്പോഴും മറ്റേ പാമ്പറിങ്ങും കെയറും ഒക്കെ വേണം. ശരിക്കും അവർ എന്താ പറയുന്നത്, കംഫർട്ട് സോണിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇരുന്നു പോയി. എന്നുവെച്ചാൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കണമുണ്ട്, റസ്മിൻ ഭയങ്കരമായിട്ട് കെയർ കൊടുക്കണമുണ്ട്. അപ്പോൾ ഇവരുടെ കെയറൊക്കെ എടുത്ത് പുള്ളി എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും, ഇവരുടെ കാര്യങ്ങളിൽ മാത്രം ഇടപെടും, വേറെ ഒന്നിലേക്കും ഇടപെടത്തൊന്നുമില്ല. അപ്സര ഇഗ്നോർ ചെയ്യുന്നത് അൻസിബയാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നത് ശരണ്യാണ്. നോറ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ്, ഇഗ്നോർ ചെയ്യുന്നത് ജാസ്മിനാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നത് റസ്മിനാണ്. റസ്മിൻ നോറ ഭയങ്കര കണക്ഷനാണ്. അപ്പം റസ്മിൻ ശരിക്കും നോറയെ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ അറിയാം റസ്മിന് നോറയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ളത്. ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രിയാണ്. അതാണ് മാന്യമായിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത്. ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്നുള്ളത് പച്ചക്കങ്ങ് പറഞ്ഞേക്കണം. ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നു ജിൻഡോയുടെ പല വർത്തമാനങ്ങളോട് നമുക്ക് തീരെ യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെയുള്ളവന്മാരെ തീരെ ഇഷ്ടമില്ല. എന്നാലും ഞാൻ ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നു, അവൻ ഒരു ഗെയിമറാണ് എന്ന് പറയുന്നതാണ് യുദ്ധക്കളത്തിലെ മര്യാദ എന്ന് പറയുന്നത്. ഇത് മാത്രം ജിൻഡോ എവിടുന്നോ പുറത്തുനിന്ന് പഠിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ പുള്ളി പഠിപ്പിക്കാത്തതുകൊണ്ട് ഇതിൽ മാത്രം ജിൻഡോ ഓക്കെ ആയിരുന്നു. ജിൻഡോ ഹെഡ് ഷോട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജിൻഡോ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഈ ജാസ്മിൻ, ഗബ്രി, റസ്മിനൊക്കെ അവിടെ കിടന്നിട്ട് എന്തിനാണ് ഇഗ്നോർ ചെയ്യുന്ന ഇവർ പറയുകയും ചെയ്യും. എന്തിനാണ് ഈ ഇവിടെ കിടന്നിട്ട് ഈ ഒരുമാതിരി തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴുക്കളെ പോലെ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ പറയണം, എനിക്കറിയില്ല. അതൊക്കെ ഭയങ്കര ഓവറാണ്. പിന്നെ വീക്കെൻഡിൽ മറ്റേ വൈൽഡ് കാർഡ്സ് വരുന്നതുകൊണ്ട് അവരെ അടിച്ച് പൊളിക്കട്ടെ. ഇതിനുശേഷം എപ്പിസോഡിൽ കണ്ടത് മറ്റേ 7 മണി 8 മണി സമയത്തുണ്ടായ നോറ ജാസ്മിൻ തമ്മിലുള്ള ഒരു വാക്കുവാദമൊക്കെ ആയിരുന്നു. അപ്പം ജാസ്മിൻ നോറ ഇഗ്നോർ ചെയ്യുന്നു പറയുന്നു, പക്ഷെ പിന്നീട് വന്നിട്ട് പറയുന്നു നോറ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സംസാരത്തിലാണ്. ഏതായാലും വലിയ പ്രതീക്ഷകളുണ്ട്. വൈൽഡ് കാർഡിനെ കുറിച്ചിട്ടുള്ള ചില സൂചനകളൊക്കെ നമുക്കുള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് വലിയ പ്രതീക്ഷകൾ തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ തവണ വൈൽഡ് കാർഡുകൾ വന്നിട്ട് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തവണ വൈൽഡ് കാർഡുകൾ വന്നപ്പോഴത്തേന് അകത്തുള്ള ടീം സ്ട്രോങ് ആയിട്ട് അവർക്കെതിരെ ഗെയിം കളിച്ചു. ആ ദിവസങ്ങളിൽ അകത്തുള്ള ആൾക്കാർ ഇവർക്കെതിരെ കളിച്ച ഗെയിം കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണത്തെ വൈൽഡ് കാർഡ് വരുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാലും വൈൽഡ് കാർഡിൻ്റെ പുറകെ ഇവർ പോകാനുള്ള സാധ്യതയുള്ളൂ. മറ്റേ ജാസ്മിൻ, ഗബ്രി ആ കോർണർ വിട്ട് പോകത്തില്ലായിരിക്കുമല്ലോ. അവർക്കെതിരെ ആലോചിച്ചിരുന്ന് ഗെയിം കളിക്കുകയും വേണം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും അന്നെങ്കിൽ താൻ അവിടെ പോയി കളിച്ച് കാണിക്കാൻ. സത്യം പറഞ്ഞാൽ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ഇപ്പം ഇതിനകത്ത് മാസമാവണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാറിൻ്റെ ഓണർ വന്നിട്ട് ഇതിനകത്ത് ഗെയിം കളിക്കാറുണ്ടോ? ഇല്ല. ഇത് നാട്ടുകാർക്ക് ചുമ്മാ സന്തോഷിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ അവിടെ പിടിച്ചിട്ടേക്കുന്നതാണ്. ഇപ്പം ജീവിതമൊക്കെ മടുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ കുറച്ചും കൂടെ പൈസ അവിടെ നിന്ന് തരികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോവാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടൊന്നും വെക്കേണ്ട. കേരളം എന്ന് പറയുന്നത് ഒരു ഇട്ടാവട്ട സ്ഥലമാണ്. ഇവിടെ ഈ അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ചിങ്ങനെ കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 10 പേര് അറിയാവുന്ന എല്ലാ ആളുകൾക്കും കോൾ വരും. അതുകൊണ്ട് തന്നെ ഇതിലങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഇതിലെ കപ്പ് കിട്ടി കേരളത്തിലുള്ള ആളുകളുടെ മുന്നിൽ വലിയ ആളാവാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. കേരളത്തിലുള്ള ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളായിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര നാൾ നിൽക്കാൻ പറ്റും ഒരാൾക്ക് വലിയ രാജാവായിട്ട്? ഇല്ലെന്നേ. ഒരു രാജഭക്തി ഇല്ലാത്തവന്മാരാണ്, ഭയങ്കര ജനാധിപത്യ വിശ്വാസികളും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് ഈ ഗെയിമൊക്കെ കണ്ട് ആസ്വദിക്കുക. നമുക്കിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂട്ടിലിട്ട് കിട്ടിയിരിക്കുകയല്ലേ, അതേ ഉള്ളൂ. ചുമ്മാ പറയാമല്ലോ. മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗാലറിയിൽ നിന്നിട്ട് ആടി നായിൻ്റെ മോനെ ഗോളൊക്കെ വിളിച്ച് പറയാമല്ലോ. അതാണ് എൻ്റെ പരിപാടി. അത്രേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. റിവ്യൂവും അതേപോലെ തന്നെ ഈ ഷോ കാണുന്നതും അഭിപ്രായം പറയുന്നതും ഒക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്താൽ മതി. അല്ലാതെ ആരും ഉള്ളിലേക്ക് എടുക്കരുത്.
ഇപ്പം ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിമർശിക്കുന്നു, അതൊന്നും ഉള്ളിലേക്ക് എടുക്കരുത്. ഈ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിലെ പല ആൾക്കാരുമായിട്ട് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പുണ്ട്. സീസൺ 5 പല ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് സീസൺ 5 റിവ്യൂ ചെയ്തതുകൊണ്ട് മാത്രം. അവരൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച ആൾക്കാരാണ്, ഞാൻ ആർക്കും അങ്ങോട്ട് മെസ്സേജ് അയച്ച ആൾക്കാരല്ല, പല ആൾക്കാരായിട്ടുണ്ട്. അവരത് വളരെ എൻ്റർടൈൻമെൻറ്റ് മോഡിലാണ് എടുത്തത്. അപ്പോൾ പ്രേക്ഷകർക്ക് മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പം ദേഷ്യമൊക്കെ. അപ്പോൾ ആരും അങ്ങനെ എടുക്കരുത്, കൂളായിട്ടൊക്കെ എടുത്താൽ മതി, അത്രയുള്ള സംഭവം. അപ്പം നന്ദി.